യൂട്യൂബ് ചാനലിലൂടെ അതിജീവിതമാരുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും മുൻ DGPയുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതമാരുടെ പേര് വിവരങ്ങളടക്കം വെളിപ്പെടുത്തിയതിന് പോക്സോ ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ പേരും മറ്റൊരു വീഡിയോയിൽ കിളിരൂർ, കവിയൂർ കേസുകളിലെ ഇരകളുടെ പേരും വെളിപ്പെടുത്തിയതായിട്ടാണ് പരാതി. അതേസമയം താൻ പേര് പറഞ്ഞ കുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു എന്നാണ് ആർ ശ്രീലേഖയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും കുത്തിപ്പൊക്കാനാണ് ശ്രമം. പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ദോഷകരമായി താനൊന്നും ചെയ്തിട്ടില്ല എന്നും ശ്രീലേഖ പറഞ്ഞു. ഇപ്പൊ ഈ കേസ് വന്നിരിക്കുന്നതില് ഞാൻ അറിഞ്ഞത് 2020-21 ഞാൻ ചെയ്ത ഒരു വീഡിയോ, സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയില് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി ഇപ്പൊ കിളിരൂർ കേസാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ കേസ് ഞാൻ നേതൃത്വം നൽകിയ ടീമാണ് അന്വേഷിച്ചത്. അതിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറിയ കേസാണ്. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIRനകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിന്റെ പ്രായം 2003 എന്റെ ഓർമ്മ. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ അതിന്റെ പ്രായം 20 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വളരെ ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. ഓക്കെ, ഡാൻ കുര്യൻ വിവരങ്ങൾ ചേർന്നു. ഡാൻ, പോക്സോ കേസ് നിൽക്കില്ല എന്നുള്ളതാണ് ശ്രീലേഖയുടെ വാദം. ശ്രീലേഖയ്ക്ക് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകേണ്ട സാഹചര്യവുമില്ല. എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഈ കേസിൽ അവരുടെ തീരുമാനം? രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം 2022 ചെയ്ത ഒരു വീഡിയോയുടെ പേരിൽ തനിക്കെതിരെ ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നതും അതിൽ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നതെന്നുമാണ് ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് 33 വർഷം സർവീസിലുണ്ടായിരുന്ന ഒരാളാണ് താൻ ഒരു അമ്മ കൂടിയാണ്. അങ്ങനെയുള്ള തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, വ്യക്തിഹത്യ നടത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊരു കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ പോക്സോ വകുപ്പുകൾ നിലനിൽക്കില്ല. കാരണം പ്രായപൂർത്തിയായ കുട്ടികളായിരുന്നു കിളിരൂരിലടക്കം പീഡനത്തിന് ഇരയായത്. അതിനുശേഷം അവരുടെ മരണം സംഭവിച്ച് ദീർഘവർഷങ്ങൾക്ക് ശേഷം പബ്ലിക് ഡൊമൈനിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഈ അതിജീവിതയുടെ പേരും അവരുടെ വിലാസവും മറ്റ് വിശദാംശങ്ങളുമടക്കം എല്ലാവർക്കും ആക്സസബിളായി ഇരിക്കുന്ന ഒരു സമയത്താണ് താൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു കാര്യം ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിലൂടെയോ പരസ്യമാക്കുന്നതിൽ മറ്റ് നിയമപരമായ തെറ്റൊന്നുമില്ല എന്ന വിധിന്യായം നേരത്തെ വന്നിട്ടുണ്ട്. അതിന്റെ കൂടി ബോധ്യത്തിലാണ് താൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തനിക്കിതിലൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. താൻ നീതിബോധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്നും ഇരയ്ക്കൊപ്പമാണ്, എന്നും ഇരകൾക്കൊപ്പമാണ്. അതിനപ്പുറത്തേക്ക് തനിക്കൊരു നിലപാടില്ല എന്നുകൂടി ആർ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു കേസ് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയും ചില പരാമർശങ്ങൾ അവർ മാധ്യമങ്ങളോട് നടത്തിയിട്ടുണ്ട്. അതായത് താൻ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം തന്നെ പാർട്ടി അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നോട് നടത്തിയിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം ഒരു നീക്കം എന്നാണ് ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഡാൻ, ഈ പോക്സോ കേസ് നിലനിൽക്കില്ല, അപ്പോൾ പോലും ഒരു അതിജീവിത അല്ലെങ്കിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേര് പറയുന്നതിൽ ഒരു നിയമ പ്രശ്നമില്ലേ? അതിനോട് അവർ പ്രതികരിച്ചിരുന്നു. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴും അവർ അതിന് നൽകുന്ന മറുപടി
ഈ അതിജീവിത അതായത് കിളിരൂർ കവിയൂർ കേസുകളുമായി ബന്ധപ്പെട്ട തോപ്പുംപടി കേസിലൊക്കെ താൻ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ അതിജീവിതമാർ, അതായത് അവർക്ക് മരണം സംഭവിച്ച് അതിനും ഒരുപാട് നാളുകൾക്ക് ശേഷം പബ്ലിക് ഡൊമൈനിൽ അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ സ്മരണകൾ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഓരോ വർഷവും മെഴുകുതിരികൾ കത്തിക്കുന്നത് പോലെയുള്ള നടപടികളൊക്കെ അവരുടെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല വനിതാ കൂട്ടായ്മകളൊക്കെ നടത്താറുണ്ട്. അത്തരത്തിൽ ഇതാരാണ് മരണപ്പെട്ടത് എന്ന കാര്യം പബ്ലിക് ഡൊമൈനിൽ കൃത്യം ഒരു ഡോക്യുമെന്റായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നേരത്തെയുള്ള കോടതി വിധികളുടെ കൂടി അടിസ്ഥാനത്തിൽ അത്തരം വിവരങ്ങൾ താൻ പരസ്യമാക്കി. അതിനപ്പുറത്തേക്ക് ഇരകളെ അധിക്ഷേപിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ അല്ല ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആർ ശ്രീലേഖ തന്നെയായിരുന്നു ഈ കേസിന്റെ അന്വേഷണം നടത്തിയത്. ആർ ശ്രീലേഖയുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ പ്രമാദമായ കേസിന്റെ അന്വേഷണം. അതിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീതിബോധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എന്ന തരത്തിൽ താൻ ഇത്തരത്തിലൊരു യൂട്യൂബ് വീഡിയോ ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതിലൊന്നും അധിക്ഷേപകരമായോ ഇരകൾക്കെതിരായോ ഉള്ള ഒരു പരാമർശങ്ങളില്ല എന്നാണ് അവർ കൂട്ടിച്ചേർത്തത്. ശ്രീലേഖ എന്താണെങ്കിലും അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഭവമാണ്, അത് കുത്തിപ്പൊക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. എന്താണെങ്കിലും ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഒരു തരത്തിലും ആ പോക്സോ കേസ് നിലനിൽക്കില്ല എന്ന് ശ്രീലേഖ വ്യക്തമാക്കുന്നു. ഡാൻ കുര്യൻ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.